ദിനവൃത്താന്തം 2-ാം പുസ്തകം അധ്യായം 13. യെരോബെയാം രാജാവിന്റെ 18-ാം ആണ്ടിൽ അബീയ യഹൂദയിൽ രാജാവായി. അവൻ 3 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് മിക്കായ എന്ന് പേർ. അവൾ ഗിബേയക്കാരനായ ഊരിയേലിന്റെ മകൾ അബീയായും യെരോബെയായും തമ്മിൽ യുദ്ധമുണ്ടായി. അബീയ 4,00,000 യുദ്ധവീരന്മാരുള്ള ഒരു സൈന്യത്തെ അണിനിരത്തി. യെരോബെയാം അവന്റെ നേരെ 8,00,000 വിശിഷ്ട യുദ്ധവീരന്മാരെ അണിനിരത്തി. എന്നാൽ അബീയ എഫ്രായീം മലനാട്ടിലെ സെമാരയിൽ മലമുകളിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, യെരോബെയാമും എല്ലാ ഇസ്രായേലുമേ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇസ്രായേലിലെ രാജ്യത്വവും ഓരോ സത്യത്താൽ ദാവീദിനും അവൻ്റെ പുത്രന്മാർക്കും എല്ലാ കാലത്തേക്കുമായി നൽകിയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയണം. എന്നാൽ ദാവീദിൻ്റെ മകനായ ശലോമോന്റെ ദാസനും നെബാത്തിന്റെ മകനുമായ യെരോബെയാം എഴുന്നേറ്റു തൻ്റെ യജമാനനോട് മത്സരിച്ചു. നീചന്മാരായ സാധാരണക്കാർ അവൻ്റെ അടുക്കൽ വന്നുകൂടി ശലോമോന്റെ മകനായ റെഹബെയാമിനോട് ധിക്കാരം കാണിച്ചു. റെഹബെയാമോ യുവാവും മനഃശക്തി ഇല്ലാത്തവനുമായിരുന്നതിനാൽ അവരോടെതിർത്ത് നിൽക്കുവാൻ അവന് കഴിഞ്ഞില്ല. നിങ്ങൾ ഇപ്പോൾ ദാവീദിന്റെ പുത്രന്മാരുടെ കൈവശമുള്ള കർത്താവിൻ്റെ രാജത്വത്തോടെ എതിർക്കുവാൻ വിചാരിക്കുന്നു. നിങ്ങൾ വലിയൊരു സമൂഹം തന്നെ. യെരോബെയാം നിങ്ങൾക്ക് ദൈവമായി ഉണ്ടാക്കിയ പൊൻ കാളക്കുട്ടികളും നിങ്ങളോടുകൂടെയുണ്ടല്ലോ. നിങ്ങൾ അഹ്റോന്റെ പുത്രന്മാരായ ദൈവത്തിൻ്റെ പുരോഹിതന്മാരെയും ലേവ്യരെയും തള്ളിക്കളഞ്ഞു. അന്യദേശങ്ങളിലെ ജാതികളുടെ രീതി അനുസരിച്ച് നിങ്ങൾക്ക് പുരോഹിതന്മാരെ നിയമിച്ചിട്ടില്ലയോ? ഒരു കാളക്കുട്ടിയോടും 7 ആട്ടുകൊറ്റന്മാരോടും കൂടെ പൂജയ്ക്ക് വന്ന ഏവനും ദൈവമല്ലാത്തവർക്ക് പുരോഹിതനായി തീരുന്നു. ഞങ്ങളുടെ ദൈവം കർത്താവാകുന്നു, അവനെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരായിട്ട് അഹ്റോന്റെ പുത്രന്മാർ ഞങ്ങൾക്കുണ്ട്. ലേവ്യരും തങ്ങളുടെ ജോലി ചെയ്യുന്നു. അവർ പ്രതിദിനം രാവിലെയും സന്ധ്യയ്ക്കും ദൈവത്തിന് ഹോമയാഗങ്ങളും പരിമളധൂപവും അർപ്പിക്കുന്നു. കാഴ്ചയപ്പം വിശുദ്ധ മേശമേൽ അടുക്കുന്നു. പൊൻനിലവിളക്കും അതിൻ്റെ ദീപങ്ങളും സന്ധ്യാസമയത്ത് കത്തിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന ആചരിക്കുന്നു. നിങ്ങളോ അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇതാ, ഞങ്ങളോടുകൂടെ ഞങ്ങളുടെ അധികാരിയായി ദൈവവും നിങ്ങൾക്കെതിരെ ധ്വനിപ്പിക്കേണ്ടതിന് കാഹളങ്ങളോടുകൂടെ അവൻ്റെ പുരോഹിതന്മാരുണ്ട്. ഇസ്രായേലരെ, നിങ്ങളിവിടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് നിങ്ങൾ യുദ്ധം ചെയ്യരുത്. നിങ്ങൾ വിജയിക്കുകയില്ല. എന്നാൽ യെരോബെയാം ആകട്ടെ അവരുടെ പിന്നിൽ വളഞ്ഞ് ചെല്ലുവാൻ പതിയിരുപ്പുകാരെ അയച്ചു. അങ്ങനെ അവർ യഹൂദ്യരുടെ മുമ്പിലും പതിയിരുപ്പുകാർ പിമ്പിലുമായി. യഹൂദ്യർ തിരിഞ്ഞു നോക്കിയപ്പോൾ സേനയെ മുമ്പിലും പുറകിലും കണ്ടു. കർത്താവിനോട് നിലവിളിച്ചു. പുരോഹിതന്മാർ കാഹളമൂതി. യഹൂദ്യർ ആർത്തു വിളിച്ചു. യഹൂദ പുരുഷന്മാർ ആർത്തു വിളിച്ചപ്പോൾ ദൈവം യെരോബെയാമിനെയും എല്ലാ ഇസ്രായേലിനെയും അബീയായോട് യഹൂദ്യരോടും തോൽക്കുമാറാക്കി.
ഇസ്രായേലർ യഹൂദ്യരുടെ മുമ്പിൽ നിന്ന് തോറ്റോടി. ദൈവം അവരെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അബീയായും അവൻ്റെ ജനവും അവരെ കഠിനമായി തോൽപ്പിച്ചു. ഇസ്രായേലിൽ 5,00,000 വീരയോദ്ധാക്കന്മാർ ഹതരായി വീണു. ഇങ്ങനെ ഇസ്രായേല്യർക്ക് ആ കാലത്ത് അധംപതനമായി. യഹൂദ്യരോ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിങ്കൽ ആശ്രയിച്ചതുകൊണ്ട് ജയം പ്രാപിച്ചു. അബീയ യൊരോബെയാമിനെ പിന്തുടർന്ന് അവൻ്റെ പട്ടണങ്ങളായ ബേതേലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും എഫ്രോനും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും യെശാനയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ചു. യൊരോബെയാം അബീയായുടെ കാലത്ത് ശക്തി പ്രാപിച്ചില്ല. ദൈവം അവനെ ശിക്ഷിച്ചു. അവൻ മരിച്ചുപോയി. അബീയ ബലവാനായി തീർന്നു. അവൻ 14 ഭാര്യമാരെ വിവാഹം കഴിച്ചു. 22 പുത്രന്മാരെയും 16 പുത്രിമാരെയും ജനിപ്പിച്ചു. അബീയായുടെ മറ്റുള്ള കാര്യങ്ങളും അവൻ്റെ പ്രവർത്തനവും വാക്കുകളും ഇദ്ദോ പ്രവാചകന്റെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.